ഹലോ മക്കളെ, ഗുഡ് മോർണിംഗ്. അഭിനയ മിസ്സാണേ. മിസ് ഇന്ന് വന്നേക്കുന്നത് നമ്മളെ ക്ലാസ് 7 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക് ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഏതാണ് നമ്മൾ ഹേർട്ട് നോട്ട് ടു ദി എൻവയോൺമെൻറ്റ്, അതായത് പരിസ്ഥിതിയെ നോവിക്കാതെ എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് കേട്ടോ. നോക്കിയേ, ഇത് കണ്ടോടാ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണെന്ന്? യൂട്രോഫിക്കേഷൻ. യെസ്, യൂട്രോഫിക്കേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. സിമ്പിളായിട്ട് മിസ് പറഞ്ഞുതരാം. അതായത് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സസ്യങ്ങൾ ഇപ്പോൾ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു വിളകളൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ല നല്ല ഫെർട്ടിലൈസേഴ്സ് കൊടുക്കൂലേ, അല്ലെ, നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കൂലേ. അപ്പോൾ ആ കൃഷികളിലൊക്കെ വേസ്റ്റ് നമ്മളിപ്പം ഏതെങ്കിലും റിവറിലേക്കോ പോണ്ടിലേക്കോ ഒക്കെ ഒഴുക്കി വിടുകയാണെങ്കിൽ ആ ഒരു പ്ലാന്റ്സിന് കൊടുത്ത ഫെർട്ടിലൈസേഴ്സും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി നമ്മളെ ഈ ഒരു പോണ്ട്സിലേക്ക് അല്ലെങ്കിൽ റിവറിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിവറിൽ ചെറിയ ചെറിയ പുൽച്ചെടികളൊക്കെ ഉണ്ടാവില്ലേ, ഗ്രാസ് ഉണ്ടാവില്ലേ, അല്ലേ, ചെറിയ ചെറിയ പുൽച്ചെടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പ്ലാന്റ്സിന് കൊടുത്ത അതേ വളം തന്നെ ഇവിടെയും കിട്ടിയല്ലേ, അതേ ഫെർട്ടിലൈസർ തന്നെ ഇവിടെയും കിട്ടിയല്ലേടാ. അപ്പോൾ നന്നായിട്ട് അപ്പോൾ നമ്മളെ ഈ ഒരു കുളത്തിലുള്ളതും അല്ലെങ്കിൽ പോണ്ടിലുള്ള റിവറിലൊക്കെ റിവറിൽ ഉള്ളതൊക്കെ ആയിട്ടുള്ള നമ്മളെ ഗ്രാസ് ഒക്കെ നന്നായിട്ട് വളരും കേട്ടോ, നന്നായിട്ട് വളരും. അപ്പോൾ എന്തുണ്ടാവും, ഇതേപോലെ ആയിത്തീരുകയാണ് ചെയ്യുക. നോക്കിക്കോ, നന്നായിട്ട് വളർന്നിട്ട് അവിടെ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുക കേട്ടോ. ഓക്സിജൻ അവിടെ ഉണ്ടാവില്ല. ഇങ്ങനെ പച്ചപ്പറിൻ്റെ ഗ്രാസൊക്കെ ഇങ്ങനെ നന്നായിട്ട് വളരും അവിടെ. അപ്പോൾ ഓക്സിജൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പുഴയിലുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങൾ, ഫിഷ്, അതുപോലെ തവള, ഫ്രോഗ്, അങ്ങനെ ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ഇൻസെക്ട്സ് ഒക്കെ എന്തായിരിക്കും, ചത്തൊടുങ്ങും. ഓക്സിജൻ ഇല്ല, അതിന് ഓക്സിജൻ കിട്ടാതെ എന്ത് ചെയ്യും, അങ്ങനത്തെ ഇൻസെക്റ്റ് ഒക്കെ എന്ത് ചെയ്യൂടാ, ചത്തൊടുങ്ങി പോവുക ചെയ്യുക. അതാണ് നമ്മളെ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഈ ഒരു നോക്കടേ, ഈ ഒരു പിക്ചർ നോക്കിയേ, പിക്ചർ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷെ ഇതെന്താണ്, ശരിക്കും നമ്മളെ എൻവയോൺമെന്റിന് തന്നെ അല്ലെങ്കിൽ ആവാസം, ഹാബിറ്റേറ്റിനൊക്കെ എന്താണടാ, ഇത് മോശമാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് യൂട്രോഫിക്കേഷൻ ക്ലിയർ ആയോ? നോക്കിക്കേ, ജലാശയങ്ങളിൽ ആൽഗകൾ പോലെയുള്ള സസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു. നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റു ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതുമൂലം ജലത്തിലെ മറ്റ് സസ്യങ്ങളിലും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആവാസ വ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യുന്നുണ്ട്. എക്സസ് ഗ്രോത്ത് ഓഫ് ദ വാട്ടർ പ്ലാന്റ്സ് ലൈക്ക് ആൽഗെ ഇൻ വാട്ടർ ബോഡീസ് ഈസ് കോസ്ഡ് ബൈ എ ഫിനോമിനൻ നോൺ ആസ് യൂട്രോഫിക്കേഷൻ. ദിസ് ഹാപ്പൻസ് ഇൻ വാട്ടർ ബോഡീസ് where fertilizers containing nitrogen and other similar substances flowing. It is such flowing excess nutrients that cause excessive growth of aquatic plants. These aquatic plants use oxygen dissolved in water excessively. Due to this, other plants and animals in water die without getting oxygen, and the ecosystem that existed in the water body get distributed. നമുക്ക് ഒന്നുകൂടി പറയാല്ലേ, അതായത് നമ്മൾ കൃഷി സ്ഥലങ്ങളിലൊക്കെ വരുന്ന നല്ല അമിത രാസവളങ്ങളും അതുപോലത്തെ വളങ്ങളൊക്കെ ഒഴുകി നമ്മളിപ്പം വാട്ടർ ബോഡീസിൽ അല്ലെങ്കിൽ റിവറിലും പോണ്ടിലൊക്കെ എത്തുന്ന സമയത്ത് അവിടെയുള്ള പുൽച്ചെടികൾ എന്ത് ചെയ്യാണ്, നന്നായിട്ട് വളരുന്ന സമയത്ത് അവിടെ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരികയാണല്ലേ. അവിടെ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരികയാണ്. ആ ഒരു റിവറിലുള്ള നമ്മൾ ചെറിയ ചെറിയ മീനുകൾ, തവള, അങ്ങനത്തെ കുറച്ച് ആനിമൽസിനൊക്കെ എന്താണ്, ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരികയാണ്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന് എന്തുണ്ടാവുക, അതിൻ്റെ എഫക്റ്റായിട്ട് നമ്മൾ ആ ഒരു ചെറിയ ചെറിയ മീനുകളൊക്കെ എന്താണ്, ചത്തൊടുങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിലുള്ള ആനിമൽസും ഇൻസെക്ട്സും ഒക്കെ എന്ത് ചെയ്യും, മരിച്ചു പോകട്ടെ, ചത്തൊടുങ്ങുകയാണ് ചെയ്യുന്നത്. ഇതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, ഇതിൽ നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടല്ലേ, നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റും. ഓക്കെ മക്കളെ, ഇനി പോകുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, പോണ്ടിലും റിവറിലൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ടോപ്പിക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും എന്താണ് യൂട്രോഫിക്കേഷൻ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.